അപ്പോൾ ഞങ്ങൾ കാണാൻ പോയൊരു സർക്കസിൻ്റെ വീഡിയോ കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ബ്രിസ്ബനിലുള്ള സ്പ്രിംഗ് ഫീൽഡിനടുത്ത് ഓറിയൻ മാളിനടുത്താണ് ഈ സർക്കസ് കൂടാരം അടിച്ചിരിക്കുന്നത്. ഹഡ്സൺ സർക്കസ് എന്നതിൻ്റെ പേര് കേട്ടോ. ഓസ്ട്രേലിയ പല സ്ഥലങ്ങളിലും ഈ സർക്കസുമായിട്ട് ഇങ്ങനെ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാകട്ടോ ഇവർ. $15 തൊട്ട് $55 വരെയാണ് ഇവരുടെ ഫീസ്. ഞങ്ങൾക്ക് ഇന്നത് നല്ല ഡീല് കിട്ടിയോണ്ട് ഞങ്ങൾ സർക്കസ് കാണാൻ വേണ്ടി പോയതാണ്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്. പിള്ളേരെ അട്രാക്ട് ചെയ്യുന്നതും അതുപോലെ കുറച്ച് ഫുഡൊക്കെ മേടിക്കാവുന്നതൊക്കെ ആയിട്ടുള്ള കടകളുണ്ട്. അതുപോലെ അവരവരുടെ ഷോ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നാലും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് സർക്കസ് തുടങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മളെ അവർ അകത്ത് കയറ്റി കേട്ടോ. അപ്പം ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞപ്പം ഇതാ കേട്ടോ, ഞങ്ങളുടെ സീറ്റ് ഈ പറഞ്ഞ പോലെ സ്റ്റേജിൻ്റെ ഒരു സൈഡിലായിപ്പോയി. അപ്പം നമ്മുടെ വ്യൂ ഇതാ. എന്തായാലും ആദ്യം കുറേ പെർഫോമൻസൊക്കെ വന്നു. അവരെല്ലാവരും കൂടെ വന്ന് ഡാൻസ്, അതിനകത്തുള്ള എല്ലാ ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നു. അവർ വന്ന് അവരുടെ ഡാൻസ് ആണ് ആദ്യത്തെ പരിപാടി. എന്നാലും ജോഷുവ ആദ്യമായിട്ടാണ് സർക്കസ് കാണുന്നത്, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഓർമ്മയിൽ നാട്ടിലൊന്നും സർക്കസ് കണ്ട ഒരു ഓർമ്മയില്ല. അപ്പം എന്നാലും കാണാൻ വേണ്ടി വന്നു. നല്ല തുടക്കം എന്നാലും നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഈ പെർഫോമർ മുകളിലത്തെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് താഴത്തിറങ്ങി വരുന്നു. ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ സർക്കസിൽ. അതുപോലെ തന്നെ ഈ പുള്ളിനെ നോക്കിയാൽ ഭയങ്കര സ്കിൽഡായിട്ട് പുള്ളി കേട്ടോ. അതേ കയറി നിന്ന് ചവിട്ടുന്നു. അത് പോരാഞ്ഞിട്ട് പുള്ളി ഒരു 3 കത്തിയും കൂടെ മേടിച്ചു. ഇനിയിപ്പോൾ അത് വായുവിൽ എറിയാൻ പോവാ കത്തികൾ. ഓക്കെ, അപ്പോൾ നോക്കി എന്തുമാത്രം ട്രെയിനിങ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു ബാലൻസ് നേടിയെടുത്തത്. പുള്ളി 2-3 പരിപാടികൾ നടത്തിയായിരുന്നു കേട്ടോ. ഈ പുള്ളിനകത്ത് ഒരു മെയിൻ ക്യാരക്ടറാ അല്ലെങ്കിൽ ഒരു മെയിൻ പെർഫോമറാ. അത് കഴിഞ്ഞ് പുള്ളി ഒരു സൈക്കിൾ ഓടുന്നുണ്ട്. ഇതൊരു പുള്ളിയുടെ അടിയിൽ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്, കാണാവില്ലോ എന്ന് അറിയത്തില്ല. നോക്കി ലോകത്തിലെ ഏറ്റവും ചെറിയ സൈക്കിളാണെന്ന് പുള്ളി പറഞ്ഞു. അത് ബാലൻസ് ചെയ്ത് ഔട്ടുക. പുള്ളിയുടെ ഒരു മുട്ടുംകോര പോലും അതിന് പൊക്കയില്ല. സീറ്റ് എന്ന് പറയാനായിട്ടൊന്നും ഇല്ല. ഇതാ കേട്ടോ. പിന്നെ ജോഷുവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഇത്. ഒരു ക്യാരക്ടർ വന്ന് അതുപോലെ തന്നെ ഇതിനകത്തൊരു പെർഫോമർ ഉണ്ട്. പുള്ളി വന്ന് ഡാൻസ് കളിക്കുന്നതായി കാണുന്നത്. അടുത്ത ആൾ വന്ന് പുള്ളിക്കാരത്തെ കയറ വട്ടം ചുറ്റി മുകളിലോട്ട് കയറി പോകുന്നു. ഇനി അവിടെ വന്ന് പുള്ളി കുറേ പരിപാടികളുണ്ട്. പുള്ളി കുറേ ആദ്യം ഒരു കയ്യെ തന്നെ കയറ് കെട്ടിയിട്ട് വട്ടത്തിൽ കറങ്ങുന്നു. ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് കാലെ കെട്ടി തല കുത്തനെ കിടന്ന് കുറേ അഭ്യാസങ്ങൾ. അത് കഴിഞ്ഞ് പുള്ളി കഴുത്തേൽ ആ കയറ് കെട്ടിയിട്ട് കിടന്ന് കുറേ അഭ്യാസങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പുള്ളി പിന്നെയും വന്നു. പുള്ളി കുറേ പിള്ളേരൊക്കെ വിളിച്ച് കസേരകളി നടത്തും അവിടെ. കസേരകളിയിൽ കസേര കിട്ടാത്ത ആളെ പുള്ളി അടിച്ചോടിക്കുന്ന ഒരു തീമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഈ ഒരു ഡോഗിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ആള് ആകാശത്ത് ഇരുന്ന് ഊഞ്ഞാലാടുന്നു. നോക്കി എന്തോരം പൊക്കത്തിലായിരുന്നു ഊഞ്ഞാലാടുന്നത് നോക്കി. അതൊക്കെ കഴിഞ്ഞ് പുള്ളി താഴെ ഇറങ്ങി വന്നു കേട്ടോ. ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞ് എന്നാലും അടുത്തതാണ് മുമ്പേ ആ സൈക്കിളൊക്കെ എറിയ പുള്ളി തന്നെ ഇത്. നോക്കി എത്ര ബോളിട്ടാണ് കളിക്കുന്നതെന്ന് നോക്കി. ഇനി നോക്കണം, പുള്ളി ഒരു 2 ബോളല്ല പുള്ളി തുടങ്ങി. ഇപ്പം അത് പോരാഞ്ഞിട്ട് ഒരു ബോൾ കൂടെ എടുത്തു. ഇനി നോക്കിയോ അത് സ്ലോ ചെയ്ത് കണ്ടാലേ ഇനി അത് കാണാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ ആണ് പുള്ളി പിടിക്കുന്നതെന്നുള്ളത് കണ്ടോ നോക്കി. അത് കഴിഞ്ഞ് നമ്മുടെ ബൈക്കേഴ്സ് വന്നു കേട്ടോ. അപ്പോൾ ഇതൊരു മാരകം പരിപാടിയായിരുന്നു. കണ്ടപ്പോൾ എനിക്കാണ് പേടിയും കൂടെ ആയിപ്പോയി. ഇതിനകത്ത് എങ്ങനെയാണ് ഇവർക്ക് ഈ സംഭവം ഇവരിത് ചെയ്യുന്നതെന്നുള്ളത്. അത് പോരാഞ്ഞിട്ട് ഒരാളൂടെ വന്നു. 2 പേരെ അപ്പോൾ ഈ ചെറിയ ഗ്ലോബിനകത്ത് കിടന്ന് കളിക്കുന്നത് എന്നുള്ള അതൊരു അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ്. പിള്ളേരെയൊക്കെ ആയിട്ടാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. നിറച്ച ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ ഡോഗിൻ്റെ ഷോ ഉണ്ട്. പുള്ളി ഈ പറഞ്ഞ പോലെ പുള്ളിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഡോഗാന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിയുടെ ചെയ്യുന്ന പരിപാടികളെല്ലാം കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ കുതിരകൾ വന്നു. കുതിരകളെയായിട്ട് നോക്കി 2 കാലം നിർത്തിയിരിക്കുന്നുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരാൾ ചെയ്ത് മുമ്പിൽ നിന്ന് ആൾ ചെയ്ത പോലെ തന്നെ. എന്നാലും ഞങ്ങൾ ഈ പരിപാടി നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ലൊരു ഇവൻ്റായിരുന്നു. 2 മണിക്കൂർ ഉള്ളൊരു ഇവൻ്റായിരുന്നു. അതിനകത്ത് ഒരു 15 മിനിറ്റ് ബ്രേക്കും കൂടെ കൂട്ടിക്കും. എന്തായാലും ഒരു ഷോബായൊക്കെ മേടിച്ച് ഞങ്ങൾ വയ്യെ വീട്ടിൽ പോകുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. April 2